ഈ സിനിമ പഠിക്കുന്ന ആളുകൾ ഫാമിലി ഓഡിയൻസിൻ്റെ കയ്യിലെടുക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. കാര്യം പറ്റുന്നില്ല, ഫാമിലി ഓഡിയൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടിക്കറ്റ് പോകുന്നിടത്ത് 5ഉം 6ഉം ടിക്കറ്റ് പോകും. അതാണ് ഫാമിലി ഓഡിയൻസ് വരുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഒരു ചെറിയ ഫാമിലി ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂസ് വന്നാൽ പോലും അത് വലിയ രീതിയിൽ കളക്ഷനായിട്ട് മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്. പ്രത്യേകിച്ചിട്ട് ഇന്ന് ഫാമിലി ഓഡിയൻസിനെ മുഴുവൻ കയ്യിലെടുത്തിട്ടുള്ള യുവ നടനായിട്ടുള്ള ബേസിൽ ജോസഫ് എന്ന് പറയുന്ന നടനാണെങ്കിൽ പറയും വേണ്ട. കാര്യം സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ അയൽപ്പക്കത്തെ പയ്യ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലാണ് ബേസിൽ ജോസഫിനെ ഇപ്പോൾ ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വലിയ രീതിയിൽ ആകാംക്ഷയുണ്ട്. കാര്യം പറ്റുന്നല്ല, വിഷു ആണ്, അതുപോലെ തന്നെ ഈസ്റ്റർ ആണ്, വെക്കേഷനാണ്, എല്ലാവർക്കും ഒഴിവും കാര്യങ്ങളൊക്കെയാണ്. സിനിമ കാണാൻ ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഈ സിനിമ ഇറങ്ങുന്നത് അങ്ങനെ ഒരു സമയത്താണ്. അപ്പോൾ പോസിറ്റീവ് റിവ്യൂസ് വന്നാൽ പറയണോ പിന്നെ പൂരം. പിന്നെ ഈ സിനിമയുടെ ട്രെയിലറാണ്. ട്രെയിലർ കാണാൻ എല്ലാവർക്കും അറിയാം, ചിരിച്ച് മണ്ണ് തപ്പിയുണ്ടാവും. അപ്പോൾ എന്തായാലും ബേസിൽ ജോസഫിൻ്റെ എല്ലാ സിനിമയും പോലെ ഈ സിനിമയും വലിയ വിജയമാവാൻ സാധ്യത ഏറെയാണ്. വിജയിക്കട്ടെ, അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ടൊവിനോ തോമസ് ആണ്. അതായത് ടൊവിനോ തോമസ് ബേസിൽ ജോസഫിൻ്റെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെറുതെ കയറി അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് എന്തായാലും ഇത്രയും വലിയ എമൗണ്ടും കാര്യങ്ങളും വെച്ച് കളിക്കാനും പോകുന്നില്ല. പിന്നെ ബേസിലിൻ്റെ പടങ്ങൾക്ക് പ്രൊഡ്യൂസറെ കിട്ടാത്തൊരവസ്ഥയും ഉണ്ടായെന്ന് വരില്ല. എന്നിരുന്നാൽ കൂടി ടൊവിനോ തോമസ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നറിയുമ്പോൾ ആ സിനിമക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും. കാര്യം അത്രയും വലിയ വിജയ സാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ ടൊവിനോ തോമസ് പണം ഇറക്കി കളിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് സിനിമ കാണാൻ പോകുന്നത്. ആ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഉന്മേഷം, അല്ലെങ്കിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അതേപോലെ 2.5 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ സിനിമക്ക് തരാൻ പറ്റിയാൽ സിനിമ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, കയറി അങ്ങ് കൊളുത്തും. കാരണം ജനപ്രിയ നായകൻ എന്നുള്ള ലേബലിലേക്കാണ് ബേസിൽ ജോസഫ് പോകുന്നത്. അതായത് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നടനാണ്. അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കൂടി ഇറക്കിയാൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത്, മരണമാസം എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ മരണമാസ് കളക്ഷൻ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. പിന്നെ ഒരുപാട് താരനിരകൾ വേറെയുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ ഞാനും കാണുന്നുണ്ട്. കണ്ടിറങ്ങിയ ശേഷം സിനിമയുടെ വ്യക്തിപരമായിട്ടുള്ള റിവ്യൂയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ.